ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ടൊവിനോട് ഈ വർഷത്തിലെ നായകനായി എത്തുന്ന രണ്ടാമത്തെ സിനിമ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. നാളെ മെയ് 23 തിയേറ്ററുകളിലേക്ക് എത്തുന്ന നരിവേട്ട എന്ന സിനിമയ്ക്ക് നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന മറ്റെല്ലാ സിനിമകളെ അപേക്ഷിച്ച് ഏറ്റവും മികച്ച സ്ക്രീൻ കൗണ്ടാണ് ലഭ്യമാകുന്നത്. 300-ൽ പരം സ്ക്രീനുകളിലായിരിക്കും ടൊവിനോ ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുക എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ജൂൺ 5 തിയേറ്ററുകളിലേക്ക് എത്തുന്ന അടുത്ത വമ്പൻ തമിഴ് സിനിമയാണല്ലോ കമലഹാസൻ നായകനെത്തുന്ന തഗ് ലൈഫ്. മണിരത്നത്തിന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന കമൽ ചിത്രത്തിന്റെ സിനിമയ്ക്കുള്ളിൽ ഒരുപാട് സ്റ്റില്ലുകളെല്ലാം തന്നെ ഇന്നേ ദിവസം റിലീസ് ചെയ്തിരിക്കുകയാണ്. കമലഹാസൻ, STR, അഭിരാമി, തൃഷ, ഒപ്പം തന്നെ ജോർജ് ജോർജ്, അതുകൂടാതെ അശോക് സെൽവൻ തുടങ്ങി വലിയൊരു താരനിര തന്നെ സിനിമയുടെ ഭാഗമാണ്. എന്തായാലും സിനിമ ജൂൺ 5 തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ആവേശത്തോടെ സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ അറിയാനായിട്ട് കാത്തിരിക്കാം. സിനിമയുടെ കേരള പ്രൊമോഷൻസ് ഇന്നലെ കൊച്ചിയിൽ വെച്ച് നടന്നിരുന്നു. ഒരാഴ്ച മുന്നേ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണ് ആനന്ദ് ശ്രീബാല. സിനിമയുടെ ആദ്യ TRP പുറത്തു വരുമ്പോൾ 1.93 സിനിമയുടെ TRP. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഹൃദയപൂർവ്വം എന്ന സിനിമ കൂടി പാക്കപ്പ് ആയതോടെ ലാലേട്ടൻ നിലവിൽ ഫ്രീ ആണല്ലോ. ഇപ്പോഴത്തെ ലാലേട്ടൻ അദ്ദേഹത്തിന്റെ കാമിയോ റോളുകൾ, എക്സ്റ്റൻഡഡ് കാമിയോ റോളുകളെല്ലാം തന്നെ പൂർത്തിയാക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ബബബ എന്ന ദിലീപ് സിനിമയിലായിരിക്കും ഇനി ലാലേട്ടൻ അഭിനയിക്കാനായിട്ട് ഒരുങ്ങുക. ദിലീപ് നായകനെത്തുന്ന സിനിമയ്ക്ക് ഇനി 10-15 ദിവസത്തെ ഫൈനൽ ഷെഡ്യൂളാണ് ബാക്കി നിൽക്കുന്നത്. തൊടുപുഴയിലായിരിക്കും ചിത്രീകരണം നടക്കുക. ലാലേട്ടനും ആ ഷെഡ്യൂളിലുണ്ടാകും. ജൂൺ ആദ്യവാരത്തോടെ ലാലേട്ടൻ ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശേഷം ലാലേട്ടൻ ജോയിൻ ചെയ്യുക രജനികാന്ത് നായകനെത്തുന്ന ജയിലർ 2 എന്ന സിനിമയിലേക്കായിരിക്കും. സിനിമയിലെ ലാലേട്ടന്റെ രംഗങ്ങൾ ഗോവയിലും ചെന്നൈയിലുമായിട്ട് പൂർത്തീകരിക്കും. ജൂൺ അവസാനത്തോടെ ആയിരിക്കും ലാലേട്ടൻ സിനിമയിലേക്ക് ജോയിൻ ചെയ്യുക എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇതിനിടയിൽ കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് കേരളത്തിലായിരുന്നല്ലോ ജയിലർ 2 ഷൂട്ട് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ രജനികാന്തിന്റെ കേരള ഷെഡ്യൂൾ പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. രജനി തമിഴ്നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇതിനിടയിൽ ബബബ, അതോടൊപ്പം തന്നെ ജയിലർ 2 എന്നീ സിനിമകൾക്ക് ശേഷം എക്സ്റ്റൻഡഡ് കാമിയോ റോളിൽ ലാലേട്ടൻ എത്തുന്ന മൾട്ടി സ്റ്റാർ ബിഗ് ബഡ്ജറ്റ് സിനിമ മഹേഷ് നാരായണൻ സിനിമയിലേക്കായിരിക്കും ലാലേട്ടൻ ഷൂട്ടിങ്ങിനായിട്ട് ജോയിൻ ചെയ്യുക. ഓഗസ്റ്റ് മാസത്തോടെ ഈ സിനിമയിലെയും ലാലേട്ടന്റെ ഷെഡ്യൂൾ പൂർത്തീകരിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതാണ് നിലവിലെ ലാലേട്ടൻ സിനിമകളുടെ ലൈനപ്പ്.